കോൺഗ്രസിനെതിരെ അന്വേഷണം വേണമെന്നാണോ ആ വിഷയത്തിൽ? കോൺഗ്രസ്സുകാരും CMRൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടല്ലോ, അപ്പോൾ അവർക്കെതിരെയും കോൺഗ്രസ്സുകാരെന്ന് മാത്രമൊന്നുമല്ല, UDF ഓരോ നേതാവിൻ്റെയും പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒന്നും കണക്കിൽ യാതൊരു പ്രശ്നവുമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ BJP ആർ ഈ പറയുന്ന സെൻട്രൽ ഏജൻസി എങ്ങനെയാണോ കേസ് അവസാനിപ്പിക്കുന്നത് ആ നിലപാടിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ED വരും. ആ ED വന്ന പേടിൻ്റെ ഭാഗമായിട്ട് BJP ആയാൽ അതോടുകൂടി ED ഇല്ല. ഇതല്ലേ കേരളത്തിലും ഇന്ത്യയിലും മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. ഇതെല്ലാം രാഷ്ട്രീയമായിട്ട് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളം. നിങ്ങൾ പേപ്പറാളപ്പെട്ടിരുന്ന ഒരു കാര്യമില്ല. അതിനെ നിയമപരമായിട്ടും അതുപോലെ രാഷ്ട്രീയമായിട്ട് വരേണ്ട സ്ഥാനത്ത് രാഷ്ട്രീയമായിട്ടും നേരിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ്. ഞങ്ങൾക്ക് അതിൽ ഒരു ഭയപ്പാടിനും പ്രശ്നമില്ല. പക്ഷേ വി മുരളീധരൻ പറയുന്നത് ഈ കേന്ദ്രത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിൽ കണക്ക് വയ്ക്കുന്നു. പക്ഷെ അതിനൊന്നും എതിർക്കാൻ അതിനകത്ത് MP മാരില്ല, ഇടത് MP മാരും തയ്യാറാകുന്നില്ല. അവിടെ MP ഇന്നലെ എല്ലാവരും സമരത്തിലല്ലേ. ഞങ്ങളെല്ലാ പ്രാവശ്യവും എതിർത്തിട്ടുണ്ട്, ഇനിയും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഏതിനെയാണ് എതിർക്കേണ്ടത്? ആളൊരു വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന പണം തന്നിട്ടുണ്ടോ? 3.9% ആയിരുന്നു മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ 1.9% ചുരുക്കിയില്ലേ. എത്രയായിരം കോടി, 18,000-ലധികം കോടി ഉറുപ്പിയുടെ നഷ്ടമല്ലേ ഒരു ഒറ്റ കൊല്ലം ഓരോ കൊല്ലം. എത്രയായി? 1,07,500 കോടി ഉറുപ്പിക തന്നില്ല എന്ന് പറഞ്ഞത് അതല്ലേ പച്ച മലയാളത്തിൽ? ആ കണക്ക് പറയായിരിക്കും ബാധകമല്ലാതെ അവർക്കും ബാധകമല്ലേ, എല്ലാവർക്കും ബാധകമാണ്. തെറ്റായ കളവ് പ്രചരിപ്പിക്കുകയാണ്. അത് ഈ ഫാസിസ്റ്റുകളുടെ എല്ലാം ഒരു സ്വഭാവമാണ്. അവർ പറഞ്ഞല്ലോ ഈ ഇന്ത്യയെ ദക്ഷിണേന്ത്യ ഒരു പുതിയ രാജ്യമാക്കാൻ പോകുന്നു. ലോകത്ത് ഏത് ഫാസിസ്റ്റുകളും നിരന്തരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് ഈ ഇത്തരത്തിലുള്ള കള്ളപ്രചാര വേലക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ലോകത്ത് കണ്ടിട്ടുള്ളത്. ഇത്രയും ഇപ്പോൾ ഇവിടെ തന്നെയാണ്. അത് നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പറയുകയാണ്. ഇന്ത്യയുടെ ഭാഗമാണ് കേരളം, ഇന്ത്യയുടെ ഭാഗമാണ് തമിഴ്നാട്, ഇന്ത്യയുടെ ഭാഗമാണ് കർണാടകം, ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് ദക്ഷിണേന്ത്യ. ആ ഇന്ത്യയെ ഒരു ഇന്ത്യയാക്കി നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ പച്ച മലയാളം. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും കേരളത്തിന് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നൽകില്ല എന്ന കൃത്യമായ ഏറ്റുപറച്ചിലാകും. അപ്പോൾ അതിനെ ദേശീയത ഉണ്ടാക്കാനാണ്, ദേശീയമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വിഭജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇവിടെ വിലപ്പാവാൻ പോകുന്നില്ല. ഇവരൊന്നും ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നും ചെയ്തവരല്ല. മാത്രമല്ല ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരാണ് ഈ BJP. അന്നത്തെ BJP, അന്ന് BJP ഇല്ല, അന്നത്തെ ഹിന്ദു മഹാസഭ ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികൾ, സവർക്കർ ഉൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ RSS, അവരൊക്കെ എടുത്ത നിലപാട് മുഴുവൻ അതാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമാണ്. രണ്ട് ദേശീയതയാണ്, ഒന്ന് ഹിന്ദു ദേശീയത, മറ്റൊന്ന് മുസ്ലിം ദേശീയത. അതുകൊണ്ട് വിഭജിച്ച് പാകിസ്ഥാൻ ഒരു ഭാഗത്ത്, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായിട്ട് മാറട്ടെ എന്നായിരുന്നല്ലോ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതൊക്കെ മാറിയിട്ടുണ്ട്. അവർക്ക് ഇതിൻ്റെ ഒന്നും പാരമ്പര്യമില്ല. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമൊന്നും BJPക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ RSS വിഭാഗത്തിനില്ല. അവരിതിനെല്ലാം തള്ളിപ്പറഞ്ഞവരാണ്. അവർ ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് തടങ്കലിൽ നിന്ന് മാപ്പ് എഴുതി കൊടുത്തു വന്നതാണ് സവാർക്കർ ഉൾപ്പെടെയുള്ളവർ. അവരൊന്നും ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഭരണഘടന അത് രൂപപ്പെട്ട അതിൻ്റെ ഭൗതിക സാഹചര്യം, അതിനാവശ്യമായി നടന്നിട്ടുള്ള വമ്പിച്ച രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒന്നും തന്നെ ഒരു അനുഭവമില്ലവരല്ല ഇവർ. ഇവർക്കിപ്പോൾ ഈ ഭരണഘടന പിച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരിപ്പോൾ പരസ്യമായി പറഞ്ഞല്ലോ, ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഭരണഘടനയാണ് വേണ്ടത് എന്നവർ പറഞ്ഞല്ലോ. അപ്പോൾ അവർ ഈ ഭരണഘടന അംഗീകരിക്കുന്നില്ല, ഈ ഭരണഘടന സമത്വം അവർ അംഗീകരിക്കുന്നില്ല, ഈ ഭരണഘടനയുടെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മതനിരപേക്ഷത അവർ അംഗീകരിക്കുന്നില്ല, അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനം അവർ അംഗീകരിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയെ പൊതുവെ അംഗീകരിക്കാത്തവരാണ് RSS BJP വിഭാഗം. അവരിപ്പോഴും ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഹിന്ദുത്വ അജണ്ട വെച്ച് വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ രാമക്ഷേത്ര ഉദ്ഘാടനം തന്നെ പകുതി പണി പൂർത്തിയാവാത്ത ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ ശരിയല്ല എന്ന് ശങ്കരാചാര്യന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തെറ്റായ നിലപാടാണെന്ന്. അത് പക്ഷേ രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അതിനെയാണ് വർഗീയത എന്ന് പറയാം. ആ വർഗീയതയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതിയാക്കാം. പക്ഷേ ഒന്നുകൂടെ, അതായത് LDF-ന് ഉപേക്ഷ ചർച്ച നാളെ നടക്കില്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനത്തിന് ശേഷമാണല്ലോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ള രീതി അതിന്റെ ആലോചനകളിലേക്ക് കടക്കാം. UDF ഒക്കെ സജീവമാണ്, അതുകൊണ്ട് അതിന് മുൻപേ തന്നെ ആലോചനകളിലേക്ക് കടക്കുന്നുണ്ടോ പാർട്ടി? സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ വേഗം തന്നെ നടന്നു. പ്രഖ്യാപനം ഏത് സമയത്തോടുകൂടി ഉണ്ടാകുന്നത് അറിയില്ലല്ലോ. അതൊക്കെ നരേന്ദ്രമോദി എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. ഇതേ ഒരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ പരിപാടികൾ നോക്കിയാൽ മതി. ഏറ്റവും അവസാനം വെക്കുന്ന പരിപാടി ഏതാണെന്ന് നോക്കുക, എന്നിട്ട് ഏതാണ്ട് ഡേറ്റ് തീരുമാനിക്കാം. ആ പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കും. കാരണം ഇതെല്ലാം അനുബന്ധമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന് ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണെന്നാണ് പറയുക. പക്ഷേ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഇപ്പോൾ ഇവർ ശരിക്ക്
ഇവരുടെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ആയാലും CAG ആയാലും CBI ആയാലും ED ആയാലും എല്ലാ സെൻട്രൽ ഏജൻസികളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും വേഗം. നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ അമിത്ഷായുടെ പരിപാടി നോക്കുക, പരിപാടി നോക്കിയാൽ അപ്പോൾ മനസ്സിലാവും എപ്പോഴാണെന്ന്. ഇനി എന്തെങ്കിലും ഉണ്ടാവും, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. സിവിൽ കോഡ് അതുപോലെ ഒന്ന് നോക്കാം. 10-ാം തീയതി ഉണ്ട്, 10-ാം തീയതി.